ബിജെപിയുടെ നേതൃനിരയിൽ തലപ്പത്ത് ഒക്കെ ഒരു അഴിച്ചുപണി നടക്കുന്നു അല്ലെങ്കിൽ നേതാക്കൾ മാറുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ കേരള തമിഴ്നാട് പോണ്ടിച്ചേരി പലപ്പോഴും കേരളത്തിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ പുരുഷന്മാർ ഉൾപ്പെടെ സകലരും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒരു പേരുണ്ട്. നേതൃനിരയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പേര്. ആ പേര് ഏതാണ് എന്ന് ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ശോഭാ സുരേന്ദ്രന്റേതാണ് ആ പേര്. ബിജെപിയിലൂടെ ശോഭാ സുരേന്ദ്രൻ, ബിജെപി പ്രവർത്തക എന്നതിലൂടെ ശോഭാ സുരേന്ദ്രൻ കേരള സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ച നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൂടെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന ആ ഒരു വ്യക്തിയെ ഇന്ന് ബിജെപി ഉൾപ്പെടെ, ബിജെപി മാത്രമല്ല ബിജെപി അല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ പോലും വളരെ ശക്തിയായ കരുത്തിയായ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് അവരുടെ ആ ഒരു വാഗ്ധോരണി തന്നെയാണ്. ഏറ്റവും നന്നായി സംസാരിച്ച് താൻ നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പിന് മുന്നിൽ അല്ലെങ്കിൽ താൻ നിൽക്കുന്ന ഒരു സദസ്സിന് മുന്നിൽ അവരെ എല്ലാവരെയും ഒരുപോലെ കയ്യിലെടുക്കാനുള്ള അന്യാദൃശ്യമായ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഒരു നേതൃദിനം മാറുന്നു എന്ന വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ ശോഭാ സുരേന്ദ്രൻ എത്തുമോ എന്ന ചോദ്യം തികച്ചും സ്വാഭാവികമായി ഉയരുന്നുണ്ട്. എന്നാലും ഒരു വലിയ അഴിച്ചുപണിക്ക് ബിജെപി ഒരുങ്ങുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ. ശോഭാ സുരേന്ദ്രൻ കേരള അധ്യക്ഷ ആയേക്കും എന്ന മട്ടിലുള്ള ചില സൂചനകളും പുറത്തു വന്നിരുന്നു. ബിജെപി ദേശീയ തലത്തിൽ വലിയ സംഘടനാ അഴിച്ചുപണിക്കാണ് ഒരുങ്ങുന്നത്. ശോഭാ സുരേന്ദ്രൻ കേരള ബിജെപി പ്രസിഡന്റ് ആയേക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേരള അധ്യക്ഷ സ്ഥാനം ശോഭാ സുരേന്ദ്രന് ലഭിച്ചാൽ കേരള ബിജെപിയുടെ ലക്ഷ്യം എന്തായിരിക്കും? അത് കൂടുതൽ ശക്തിയോടുകൂടി കേരളം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായി തന്നെ ഈ നീക്കത്തെ കാണേണ്ടി വരും. ദേശീയതല ചർച്ച നടന്നു എന്നാണ് വിവരങ്ങൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ അടക്കമുള്ളവർ 3 മണിക്കൂറോളം ചർച്ച നടത്തിയതോടെയാണ് ദേശീയ തലത്തിലുള്ള അഴിച്ചുപണി വാർത്തകളും സജീവമായത്. കേരളത്തിൽ നിന്നുള്ളവരുടെ അടക്കം സംഘടനാ ചുമതലയിൽ വലിയ മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വിവരങ്ങൾ. ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ള കുട്ടിയും ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി മാറിയേക്കുമെന്നാണ് സൂചന. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അനൂപ് ആന്റണിയും ദേശീയ ചുമതലയിലേക്ക് വരുമോ എന്നതിൽ ആകാംക്ഷയുമുണ്ട്. കേരളത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ നിലവിലെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി, ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി എന്നിവർ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നാണ് സൂചന. അപ്പോൾ ദേശീയ ചുമതലയിലേക്ക് ആര് വരും എന്ന ചോദ്യം അവശേഷിക്കുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അനൂപ് ആന്റണിയും ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുമോ എന്നതിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ ആകാംക്ഷ ശക്തമാണ്. കേന്ദ്രമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ജോർജ് കുര്യന്റെ ഭാവി രാഷ്ട്രീയ നീക്കവും ഉറ്റുനോക്കപ്പെടുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്ന പേര് കേരള സംസ്ഥാനത്തിന്റെ ബിജെപി ഘടകത്തെ ഭരിക്കാൻ ഉയർന്നു കേൾക്കുമ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ശോഭാജിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട്. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ സംഘടനയെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും ശോഭാ സുരേന്ദ്രന് സാധിക്കും എന്ന് തന്നെയാണ് കേരളത്തിലുള്ള മുഴുവൻ ബിജെപി പ്രവർത്തകരും വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന പ്രാർത്ഥന തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും. മുൻ സൈനികനായ ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് ശോഭാ സുരേന്ദ്രൻ എത്തിയേക്കും, അതിനേക്കുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതിന് താഴെ വരുന്ന കമന്റുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ശോഭാ സുരേന്ദ്രനെ എത്രത്തോളം കേരളം ആഗ്രഹിക്കുന്നു എന്നത്. പാലക്കാട് തോറ്റിട്ട് പോലും പാലക്കാട് തന്റെ സ്വന്തം മണ്ഡലത്തിൽ താൻ നിന്ന ആ ഒരു മണ്ഡലത്തിൽ നിഴൽ MLA താൻ തുടരും എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ അക്ഷരം പ്രതി അവർ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ BB ഗോപകുമാറും അതുപോലെ തന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ 2-3 വർഷമായി സ്ഥിരമായി തുടർന്നു. എല്ലാ പ്രശ്നങ്ങളിലും അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രപരമായ വിജയം ഈ നിയമസഭയിൽ ഉണ്ടായത് എന്ന് BJP വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും അവരവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ തന്നെ നിർത്തണമെന്ന ഒരു തീരുമാനവും നേരത്തെ BJP കൊണ്ടുവരുന്നതായി കേട്ടിരുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ എന്ന ഒരു പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന് ചെയ്യാനായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരും കേരളം മുഴുവൻ അതിലേക്കാണ് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.